നമസ്കാരം. നമസ്കാരം. ബി.ജെ.പി. കൗൺസിലർ, തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ, ആള് എന്താ പറയാ, വലിയ തരത്തില് സുഗതൻ വലിയ തരത്തില് എന്താ ഇന്നലെ തലസ്ഥാനത്ത് വലിയ നാടകീയ രംഗങ്ങളൊക്കെ നടന്നു. പാതിരാത്രി പോലീസ് വീട്ടിൽ കയറി ചെല്ലുന്നു. എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ചിക്കൻ പോക്സ് ഉണ്ട്, അപ്പം വയ്യാണ്ട് കിടക്കാണ്. പക്ഷെ പോലീസ് ചെല്ലുന്നത് രാത്രിയിൽ വീടിന്റെ ബാക്കിലൂടെയാണ്. എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് അടക്കം കട്ട് ചെയ്തിട്ടുണ്ട്. അത് പോലീസാണോ ചെയ്തത് അതോ വീട്ടുകാരെ ചെയ്തതെന്നുള്ള രണ്ടാമത്തെ ചോദ്യചിഹ്നമാണ്. എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ കൊണ്ടുപോകുന്നു. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അപ്പം ബി.ജെ.പി. പ്രവർത്തകർ, കൗൺസിലർമാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാടെ അവിടെ ഒത്തുകൂടുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അവസാനം നിവൃത്തിയില്ലാണ്ട് പോലീസ് ആകാശത്തോട്ട് വെടിവെക്കുന്നു. പിന്നീട് ആൾക്കാർ ചെതറി ഓടുന്നു. അങ്ങനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് അവിടുന്ന് മർദ്ദിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. ഇന്നലെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട്, ഇത്തരത്തിൽ മാരകമായി തന്നെ ഉപദ്രവിച്ചു എന്നുള്ളതും ഭാര്യയെ ഉപദ്രവിച്ചു എന്നുള്ളതും തോക്കൊണ്ട് വെടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? ഒന്ന്, സുഗതൻ എന്ന് പറഞ്ഞ ആളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് അവിടെ ചെന്നു എന്നുള്ളത് ഒന്നാമത്തെ സത്യം. സുഗതൻ ഒഴിൽ കേസുകളിൽ അനേകം കേസുകൾ, 10-13 കേസുകളിൽ പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയാണെന്നുള്ളത് രണ്ടാമത്തെ. കാപ്പ കേസിലെ പ്രതിയാണ്. പിന്നെ മൂന്നാമത്, ഇയാളെ മർദ്ദിച്ചോ ഇല്ല എന്നുള്ളത് സാധാരണഗതിയിൽ പോലീസുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാകുക എന്നുള്ളത് ന്യായമായ കാര്യം. ഏറ്റുമുട്ടൽ ഉണ്ടാകും. പക്ഷെ പോലീസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ. പോലീസിന് അറിയാമായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിൽ ആരോപണങ്ങളുമായി അവർ വരും എന്നുള്ളത്. അപ്പോൾ അത് ആ വീഡിയോ എടുത്ത് പോലീസ് കാപ്പ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് പ്രാഥമികമായി അതിന് വാർത്തയുള്ളൂ. പക്ഷെ ഇവിടെ ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്ന രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കാണേണ്ടത്, ഈ ബി.ജെ.പി. കാപ്പ മെമ്പർ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള CPM-ന്റെ പ്രതികരണം. CPM-കാരുമായിട്ട് CPM പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിക്കാനാണ് പ്രധാനപ്പെട്ട കേസ്. അവിടെ CPM-ന്റെ സമീപനം എന്താ? കേരള പോലീസ് ഇങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്തതിനെപ്പറ്റി CPM എങ്ങനെ പ്രതികരിക്കും? ഒരു കായികമായി BJP പ്രതിരോധിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് CPM ഒരു നിലപാട് പറയും. കേന്ദ്ര പോലീസ് അല്ലെ ED-യെ സഹായിക്കാനായിട്ട് കേരള പോലീസും ED-യും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് CPM അവർ പ്രതിരോധിക്കാൻ നോക്കും. ഇവിടെ അപ്രോച്ച് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശമാണ്. അതല്ലേ സംഭവിച്ചിരിക്കുന്നത് അവിടെ. ഈ കാപ്പ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ BJP നോക്കിയപ്പോൾ ED-ആയിട്ട് ബന്ധപ്പെട്ട PMLA കേസിൽ രക്ഷിക്കാൻ വീണാ വിജയനെയും പിണറായി വിജയനെ രക്ഷിക്കാനായിട്ട് നോക്കി. CPM നോക്കി. മറ്റൊരു അകത്ത് ഇവനകത്തായി. ഇവനിപ്പോൾ എന്നാ പുറത്തിറങ്ങുന്നത് നമുക്കറിയത്തില്ല. മറ്റേ കേസിലും കുറെ പാവം പിടിച്ച മനുഷ്യർ പ്രതിയായിട്ടുണ്ട്. അവരെന്തിനാ പ്രതിയായി? ഇതൊരു പർട്ടിക്കുലർ കേസാണ്, കാപ്പ കേസാണ്. വ്യക്തമായ 13 കേസുണ്ട്. നാട്ടുകാർക്ക് കൂടെ അറിയാവുന്ന കേസാണ്. BJP-കാർ പോലും പലരും ഇവനെ തള്ളി പറയുന്നത്. ഇത്തരത്തിലുള്ള കുറ്റവാളി പിന്നെ എന്തിനാ BJP ഇലക്ഷന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്, കൗൺസിലറാക്കിയത്? പഴയ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമില്ലേ, എല്ലാ അധോലോകക്കാരൻ സ്ഥാനാർത്ഥികളാണ്, ഓരോ കക്ഷിയുടെ സ്ഥാനാർത്ഥികളാണ് അല്ലേ? സൂര്യദേവ് സിംഗ് തൊട്ട് എത്ര പേരുണ്ട്, അറിയപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇവനെ അവിടെ ഒരു BJP-ക്ക് ആവശ്യമുള്ള മസിൽ പവർ സപ്ലൈ ചെയ്യുന്നവനാണെങ്കിൽ BJP-ക്ക് ഇപ്പം അവിടെ P. ജയരാജന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന റോളെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. P. ജയരാജനൊക്കെ കൂടുതലായിട്ട് MP ജയരാജന ചെയ്യുന്നതെന്ന് വേറൊരു വേർഷൻ പറയുന്നുണ്ട്. എന്നാൽ പോലും കണ്ണൂർ അങ്ങനെ കോർഡിനേറ്റ് കൊടിസുനിയൊക്കെയുള്ള പ്രധാനപ്പെട്ട പങ്കന്നെ. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് 8-10 പേരെ ഓരോ സ്ഥലത്ത് ഓരോ പരിപാടിക്ക് അസൈൻമെന്റ് എന്ന് പറയും. സ്കെച്ച് ചെയ്യുക എന്ന് പറയും. ഇന്നയാളെ സ്കെച്ച് ചെയ്തേക്കാൻ സ്കെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യുക, അയാളുടെ മൂവ്മെന്റ് വാച്ച് ചെയ്യുക, എപ്പോഴാണ് സൗകര്യം കൊല്ലാൻ കിട്ടുക എന്ന് അന്വേഷിക്കുക. ഇത് ചെയ്യാൻ ഈ രണ്ട് പാർട്ടിയുടെയും പോളിസി അവിടെ അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചെത്തിക്കുന്ന CPM-ഉം CPI-യും തമ്മിലാണ്, അല്ല CPM-ഉം RSS-ഉം തമ്മിലാണ്. കോൺഗ്രസുമായിട്ട് ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ നേച്ചർ അവർ ഇവിടെ എത്രയോ പ്രാവശ്യം ജയിലിൽ നിന്ന് MP ജയരാജനൊക്കെ തന്നെ നേരിട്ട് പോയി ജയിലിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ BJP-ക്ക് അത് ഇപ്പൊ കോൺഗ്രസ് അല്ല ഭരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ അവർ ചെയ്യുന്നു വരും. CPM-കാരാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ജനങ്ങളും ചിലപ്പം CPM-ന്റെ എതിരായിട്ട് ഒന്നും വരും, RSS-ന് കൂടെ ഒന്നും വരും. ഇവിടെ RSS-ന്റെ ലീഡർഷിപ്പിന് എന്താണ് പറയാനുള്ളത്? ഈ മറ്റേ സംഭവമായിട്ട് താരതമ്യപ്പെടുത്തി പറയാം. മറ്റേ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? ED വന്ന് അറസ്റ്റ് ചെയ്തപ്പം, കേരള പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ തടയാനായിട്ട് CPM വന്നതുപോലെ, അല്ലെ AR ഗോവിന്ദൻകുട്ടിയും അല്ല MP ഗോവിന്ദൻ ശിവൻകുട്ടിയൊക്കെ വന്ന പോലെയല്ലേ അത്? അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ കൗൺസിലർമാരെല്ലാം കൂടെ ഒത്തുകൂടുകയാണ്. അപ്പോൾ ഇവിടെ നിയന്ത്രിക്കാൻ ധാർമ്മികമായി തൻ്റെ വിഭാഗത്തിൽപ്പെട്ട അണികളുടെ മേൽ നിയന്ത്രണമില്ലാത്ത നേതൃത്വം ആണ് ഇവിടെ വരുന്നത്. ചിലപ്പോൾ നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത്.
കാപ്പ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ ഇവനെ കോടതി ഹാജരാക്കായിരുന്നല്ലോ പണ്ടേ തന്നെ. മുൻകൂർ ജാമ്യം എടുക്കാൻ അതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവർക്ക് ബി ജെ പിയുടെ മുമ്പിൽ 100 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് ഇത് തന്നെയല്ലേ പിണറായി വിജയന്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് രാത്രി അടൂര് വീട് വളർന്നല്ലേ ചെയ്ത്. ഇത് ഒരു പോലീസിന്റെ പ്രവർത്തന ശൈലിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇടപെടുന്ന നിരപരാധി. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അങ്ങനെ രാത്രി കൊണ്ടുപോകേണ്ട ആളല്ല. വിളിച്ചാൽ വന്നില്ലെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. കാപ്പ കേസ് പ്രതിയൊന്നും അല്ലായിരുന്നു. കാപ്പ കേസ് പ്രതിയൊന്നും അല്ലായിരുന്നു. അത് വേറെ പല കേസ്. കാപ്പ കേസ് ആക്കാൻ വേണം. നാളെ അവർക്ക് തുടർച്ചയായ ആക്രമണങ്ങളെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേസൊക്കെ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. 2 സാക്ഷിയെ കിട്ടിയാൽ പോരെ. സാക്ഷിക്ക് ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നാ പ്രശ്നം? ചീഫ് സെക്രട്ടറി സാക്ഷി പറയുള്ളൂ, വേണമെങ്കിൽ ADGP സാക്ഷി പറയുള്ളൂ. പറഞ്ഞില്ലേ ADGP സാക്ഷി? ഇവിടുത്തെ കേസിൽ സാക്ഷി പറഞ്ഞില്ലേ? തല്ലൊന്നും ഉണ്ടായിട്ടില്ല, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും ഒറിജിനൽ രക്ഷാപ്രവർത്തനമായിരുന്നു, ഉപദ്രവിക്കുകയല്ലായിരുന്നു ഉള്ള രീതിയിൽ അതിനെ മൊഴി കൊടുക്കുക, അതിനെ നിയന്ത്രിക്കാൻ നോക്കുകയും ചെയ്തു. ഇവിടെ ആ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയേനെ. ഇവിടെ പക്ഷെ ഇപ്പം പറ്റിയിരിക്കുന്നത് വീണ വിജയന്റെ കേസിൽ പിണറായി വിജയനല്ല പ്രതിസ്ഥാനത്ത്. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇടപെട്ട രീതിയോ അല്ല അതിനൊക്കെ കുറെ മോശമായിട്ടുള്ള BJP-കാരൻ ഇവിടെ ഇടപെട്ടെ. എന്താ ഇവർ തമ്മിൽ വ്യത്യാസം? അതും ശരിക്കും ഒരു UDF-ന് ഭയങ്കര പ്രയോജനം ചെയ്യും. എന്തിനെ BJP പ്രവർത്തകര് അവിടെ ഇവന്റെ അറസ്റ്റിനെ തടയാൻ വന്നു? കോടതി തീരുമാനം കോടതി കൊണ്ടുപോകണമെന്ന് പറയാമല്ലോ. കോടതി ഹാജരാക്കുമല്ലോ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ കോടതി ഹാജരാക്കും. കാപ്പ കേസ് പ്രതിക്ക് ചില പ്രത്യേകത കിട്ടുമെങ്കിൽ പോലും ഇവനെ ഹാജരാക്കണം. ഏതായാലും അതുവരെ വെയിറ്റ് ചെയ്യത്തില്ലേ? കോടതി എന്താ പറയണമെന്ന് നോക്കാമായിരുന്നല്ലോ. കോടതി എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഒരേ തരത്തിൽ കൊണ്ടുപോകണം. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ മുമ്പിലേക്ക് ഇട്ടിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടി കൂടെ ജനങ്ങൾ നോക്കണം. ഇവർ 2 കൂട്ടരും ചെയ്യുന്നത് ബലം പ്രയോഗിച്ച് നീതിന്യായ വ്യവസ്ഥയെ കയ്യിലെടുക്കാൻ നോക്കിയാൽ, അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ നോക്കിയാൽ ഉറപ്പായിട്ടും അതിനെ എത്ര കൂടിയ ബലപ്രയോഗം ഉപയോഗിച്ചാൽ പോലും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ല, ഇതിനെ എന്താ പറയുക, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ടി നിലയ്ക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ കാണുന്നതിനപ്പുറം ഇതിനെ കാണേണ്ട ആവശ്യമുണ്ടോ? സ്വാഭാവികമല്ലേ? ഇത് ഒരു പാർട്ടിയുടെ സമരപരിപാടി പങ്കെടുത്തതിനല്ല. പാർട്ടിയുടെ സമരം BJP-ക്ക് കൊടുക്കാനുള്ള സമരപരിപാടി എന്നൊക്കെ സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും നയപരമായ പരിപാടിയിൽ പങ്കെടുത്തതിനല്ല കാപ്പ കേസ്. കൊലപാതക ശ്രമങ്ങൾക്കാണ് പാർട്ടി പരിപാടി കൊല്ലാൻ നോക്കിയാണ് കേസ്. ഇത് മറ്റേ മൊത്തം കട്ടടിച്ചതിന് കേട്ടോണ്ട് പോയതിനാണ്. വീണ വിജയന്റെ പേരിലുള്ള കേസ്. കള്ളപ്പണം വെളുപ്പിക്കില്ലായിരുന്ന കേസ്. രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യമായ കുറ്റാണ്. അതിനാ കേസ്. അത് കേസ് നടക്കട്ടെ. കേസിൽ വില വെറുതെ വിട്ടാൽ പൊക്കോട്ടെ. അതിന് പകരം ഇവർ എളുപ്പവഴി തന്നെ ബലമായിട്ട് മോചിപ്പിക്കുക. മമത ഏതാ ശ്രമിച്ച കുറച്ച്. മമതയ്ക്ക് അതിന്റെ ക്ഷീണം കിട്ടിയിട്ടുണ്ട്. മമതയ്ക്ക് ഗാന്ധി രീതിയിൽ അറസ്റ്റ് ചെയ്യായിരുന്നു. കുറച്ചുകൂടെ വ്യത്യാസം വന്നേനെ. CPM-ന് ചെയ്യായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾ നടന്നിരിക്കുന്നത് CPM-ഉം RSS-ഉം തമ്മിലാണ്. അതും തൃശ്ശൂർ ജില്ലയ്ക്ക് ഇപ്പുറത്തേക്ക് എറണാകുളം തൊട്ട് ഇങ്ങോട്ട് കുറവാണ്. എന്ത് ചെയ്ത്? ഈ മലബാർ ഭാഗത്തോട്ട്, മലബാർ, കണ്ണൂർ, കാസർഗോഡ് ഭാഗത്താണ് ഇത് കൂടുതൽ. അതെന്താ അങ്ങനെ വന്നത്? അതാലോചിക്കും. ഒരുപക്ഷെ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ കുത്തക അല്ലെങ്കിൽ കോട്ട ആ ഭാഗത്തായിരിക്കും. അല്ല, ആ 2 കൂട്ടരും വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ മലബാർ ഭാഗത്തെ സാഹചര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിക്കൊന്നുള്ള രാഷ്ട്രീയം. ആരെയാണ് കൂടുതൽ ഒന്നിരിക്കുന്നത് എന്നുള്ളവർക്കേ ഉള്ളൂ. കൊല്ലുന്ന രീതിക്ക് ഭയങ്കര ക്രൂരമായ കൊലപാതകത്തിന്റെ രീതികളുമുണ്ട് പലതും. അങ്ങനെ മാനുഷികമായി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ് അവർ ചെയ്യുന്നത്. 2 കൂട്ടരും. ഇവിടുന്ന് വയനാട് നമ്പാടിന്റെ തലയൊക്കെ വെട്ടി മാർക്സിസ്റ്റ് പാർട്ടി മതിലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ കണ്ണൂരെ ഒരു പ്രവർത്തകനായിരുന്ന ആള് ഇവിടുന്ന് പോയി അവിടെ സെറ്റ് ചെയ്ത് RSS-ന് വേണ്ടി പ്രവർത്തിച്ച. അതുപോലെ തിരിച്ചും ജയകൃഷ്ണ മാസ്റ്റർ ക്ലാസ് വെച്ചില്ലേ മുമ്പ്? TP ചന്ദ്രശേഖരൻ മാർക്സിസ്റ്റ് പാർട്ടി കൊന്നോടെ വെച്ച 52 വെട്ടി വെട്ടിയിട്ടാകും. ആൾക്ക് 51 വയസ്സായി. അതായത് ക്രൂരത ക്രൂരത മാത്രമല്ല, ക്രൂരത കപ്പലിൽ വെത്ത് പൈശാചികത്വം. നമുക്ക് മനുഷ്യ വികാരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. ഞാൻ പലപ്പോഴും കാണുന്നത് ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, കുമ്പാരി എന്ന് വിളിക്കുന്നു. കുമ്പാരി എന്നുള്ള ക്യാരക്ടറാണ്. അതോലോക 2 ലാൽ ഉണ്ട് കൊല്ലാൻ വേണ്ടി. എനിക്ക് എൻ്റെ ചെവി ഇങ്ങനെ വെച്ച് കൊടുക്കും, കരച്ചിൽ കേൾക്കാനുണ്ട് കത്തി കയറ്റിയിട്ട്. മരണം, ജീവൻ പിളർന്ന പടച്ചിൽ എനിക്ക് എൻ്റെ ചെവി കൊണ്ട് കേൾക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ്. ഇവർക്കൊക്കെ ഇഷ്ടം അതാ. അത് സിനിമ ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടില്ല. അതാണ് മമ്മൂട്ടിയുടെ സിനിമയാണ്. ലാലുണ്ട്. റഹ്മാനെയാണ് കൊല്ലാൻ നോക്കുന്നത്. റഹ്മാൻ നല്ല പോലീസ് ഓഫീസറാണ്. റഹ്മാനെ കൊല്ലാൻ മറ്റോ നോക്കുകയാണ് ലാല്. എന്നിട്ട് പറയുന്ന വാചകം ഇതാണ്: ജീവൻ പോകുന്ന ആ ശബ്ദം എന്നിട്ട് ചെവി ഇങ്ങനെ വെച്ചു കൊടുക്കും.
എനിക്ക് കേൾക്കണം, അതെനിക്ക് ഭയങ്കര ഹരം പിടിപ്പിക്കുന്നതാണ്. അത് തന്നെ പിണറായി വിജയനൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ മരണം കേൾക്കുമ്പോൾ ഹരം പിടിക്കുകയായിരിക്കും ചിലപ്പോൾ. കാരണം പുറത്തൊക്കെ ചെകുവേരയുടെ ഇതല്ലേ. ഇന്നലെ ആരോ ചർച്ച ചോദിക്കുന്നുണ്ട്, ചെകുവേരയുടെ പടം വെച്ചുകൊണ്ട് അഹിംസ പഠിപ്പിക്കാൻ പോയാൽ എങ്ങനെ ശരിയാവും? ഗാന്ധിയെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അപ്പം ആ രീതിയിൽ തല്ലും കൊല്ലും കൂടെ എല്ലാ നീതികളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ തർക്കങ്ങളും കായിക ബലത്തിൽ തീർക്കാമെന്ന് പറയുമ്പോൾ ഓരോ കായിക ബലം കാണിക്കുമ്പോഴും ഹിറ്റ്ലറെ മറിച്ചിടാൻ വേറെ വരും, സ്റ്റാലിനെ മറിച്ചിടാൻ ക്രൂസ്ചേവ് വരും, അല്ലെ ലെനിനെ മറിക്കാൻ വരും. അങ്ങനെ കായിക ബലത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് സ്ഥിരമല്ല, ഏത് സമയത്തും തീരും. നമ്മളൊക്കെ ശക്തിയുള്ളടുത്ത് മുൻപ് തീരും. ഇപ്പം ഉക്രൈൻ്റെ അടുത്ത് കാര്യം ചെറിയ രാജ്യമാണ്, റഷ്യ വിഷമിക്കുന്നില്ലേ? ഇറാൻ്റെ അടുത്ത് അമേരിക്ക വിഷമിക്കുന്നില്ലേ? താരതമ്യേന ചെറിയ രാജ്യങ്ങളാണ്. അപ്പോൾ കായിക ബലത്തിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇവിടെ ശരിക്കും ഇ ഡിയുടെ പെരുമാറ്റത്തെ എങ്ങനെയാണോ CPM നോക്കിക്കണ്ടത്, അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ സുഗതൻ്റെ അറസ്റ്റ് നിലപാടത്തെ RSSകാരും അല്ലെങ്കിൽ BJPക്കാരും അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അല്ല, ഇതിലിപ്പം നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റാത്ത മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പുകളിലോട്ട് ഇത്തരത്തിലുള്ള പ്രതികളെയും ക്രിമിനലുകളെയൊക്കെ മത്സരിപ്പിക്കുന്നതിനൊരു ലോജിക്ക് ഇപ്പോൾ MLA സ്ഥാനത്തോട്ടായാലും MP സ്ഥാനത്തോട്ടായാലും ഈവൻ വാർഡ് മെമ്പറോ കൗൺസിലറോ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാപ്പാപ്രതികളല്ലാണ്ട് മറ്റാരും ഈ പറയപ്പെട്ട പോലെ പാർട്ടികൾക്ക് കിട്ടാഞ്ഞിട്ടാണ്. കിട്ടാഞ്ഞിട്ടല്ല, ഇത് ഇത്തരം രണ്ടു മൂന്ന് പാർട്ടിയിലുള്ള ഒരു ബലമാണ്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇവൻ കൗൺസിലുണ്ടെങ്കിൽ കൗൺസിലിൽ മറ്റൊരു ചിലപ്പോൾ വലിയ ബോളം ഉണ്ടാക്കിയ പിന്നെ പേടിക്കണം, പിന്നെ എന്നാ പുറത്തേക്കിറങ്ങി ചെയ്യുന്നത്. അത് അല്ല, ഇപ്പം രണ്ട് പാർട്ടികളെ ആവർത്തിക്കല്ലേ. ഇവിടെ ശ്യാമളയാര ആന്തൂർ സാദിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട ശ്യാമളയാര PP ദിവ്യാരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. PP ദിവ്യയുടെ കേസ് ഒതുക്കിക്കൊടുത്ത DYSP ഇന്ന് കൗൺസിലറാണ് ശ്രീകണ്ഠാപുരത്ത്. PP ദിവ്യ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ രണ്ട് പാർട്ടിയുടെയും പ്രവർത്തന ശൈലി ഏതാണ്? മുസ്ലിം ലീഗ് ആരെങ്കിലും അങ്ങനെ ഒന്നായിട്ട് കേട്ടിട്ടുണ്ടോ? ലീഗ് ഏറ്റവും വലിയ വർഗീയവാദിയാണ്, വൃത്തികെട്ട പാർട്ടിയാണെന്ന് പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയെ ബലമായിട്ട് ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനൊക്കെ പ്രശ്നങ്ങളായപ്പോൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പോയിട്ടുണ്ടോ? സിനിമ കാണിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ ബ്രാൻഡ് ചെയ്യുക പലതിനെയും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് അവരുടെ എന്നാ പറയുന്നത്, ചോരച്ചാലുകൾ നീന്തി കിടന്നു എന്നുള്ള മുദ്രാവാക്യം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആ മുദ്രാവാക്യത്തിൻ്റെ ബലത്തിലാണ് പോകുന്നത്. ഇവര് ഭാരതാംബയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്, ഭാരതം രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ഭാരതത്തിന് എന്ത് മെച്ചം കിട്ടി? അതിൻ്റെ അടുത്ത നമുക്ക് ചെയ്യാം, ഭാരതത്തെ എങ്ങനെ ഇവർ രക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നൊരു സ്റ്റോറി വന്നിട്ടുണ്ട്, അത് നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം. ഇത് ഈ രീതിയിൽ രണ്ടും കൂടെ കമ്പയർ ചെയ്ത ജനങ്ങൾക്ക് ഇത് നമുക്ക് ഇതിനകത്തൊക്കെ ഇപ്പം നമ്മൾ ജനങ്ങളെല്ലാവരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്ടികൾക്കും മാതൃകാപരമായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അത് മനസ്സിലാക്കാതെ ഇനിയും മുമ്പോട്ട് പോയാൽ ഇവരുദ്ദേശിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നിൽക്കുന്നത്. അത് അവർക്കിട്ട് തന്നെ അതിനൊക്കെ 10 ഇരട്ടി തിരിച്ചടിയായിട്ട് വരും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ചിരിക്കുന്ന സതീശനാണ്. ഈ കാപ്പാപ്രതിയെ BJPക്കാർ തടയാൻ ശ്രമിക്കുന്നതും വീണാ വിജയനെ ചോദ്യം ചെയ്യാനായിട്ട് ED ചെല്ലുമ്പോൾ അവരെ തടയാൻ നോക്കുന്നതും CPMക്കാർ തടയാൻ നോക്കുന്നതും കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുന്ന ഒരാൾ VD സതീശനാണ്.